ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ആദികടലായിൽ നിന്നാണ്. യാത്ര പോകുന്നത് പുതിയ തെരു കാഞ്ഞിരത്തറയിലേക്കാണ്. സായി കൃഷ്ണയുടെ കൂടെ കാഞ്ഞിരത്തറയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഞ്ഞിരത്തറയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. ബസിൻ്റെ റൂട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദികടലായി, കുറുവ, തയ്യിൽ, സിറ്റി, കണ്ണൂർ ആശുപത്രി, കാൽടെക്സ്, തളാപ്പ്, പള്ളിക്കുന്ന്, പുതിയ തെരു, കാഞ്ഞിരത്തറ. യാത്ര ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം എത്തിയിരിക്കുന്നു. ആദികടലായിൽ നിന്നും കാഞ്ഞിരത്തറയിലേക്ക് ഏകദേശം 18-20 കിലോമീറ്റർ ദൂരം വരും. ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്. നേരെ കാണുന്ന റോഡ് തോട്ടട JTS ഭാഗത്തേക്കും ഇടതുവശം കണ്ണൂർ ഭാഗത്തേക്കും. കുറുവ എത്തിയിരിക്കുന്നു. സായി കൃഷ്ണയുടെ യാത്ര കുറുവ പാലത്തിലൂടെയാണ്.
വലതുവശം താഴെ ചൊവ്വ ഭാഗത്തേക്കും ഇടതുവശം കണ്ണൂർ ഭാഗത്തേക്കും. തയ്യൽ എത്തിയിരിക്കുന്നു. യാത്ര സിറ്റി എത്തിയിരിക്കുന്നു. വലതുവശത്തായി അറക്കൽ മ്യൂസിയം കാണാം. ഇടതുവശത്തായി മാപ്പിള ബേ ഹാർബർ കാണാം. ആയിക്കര എത്തിയിരിക്കുന്നു. കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്തിയിരിക്കുന്നു. കണ്ണൂർ ആശുപത്രി ബസ് സ്റ്റാൻഡ് കാണാം.
യാത്ര കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കുന്നു. കണ്ണൂർ ഓൾഡ് ബസ് സ്റ്റാൻഡ്. കാൽടെക്സ് ജംഗ്ഷൻ. സൗത്ത് ബസാർ വലതുവശം കക്കാട് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക്. തളാപ്പിലൂടെയാണ് ബസ്സിൻ്റെ യാത്ര. പള്ളിക്കുന്ന് എത്തിയിരിക്കുന്നു. കൊടിക്കുണ്ട് വഴിയാണ് ബസ്സിൻ്റെ യാത്ര. യാത്ര പുതിയ തെരു എത്തിയിരിക്കുന്നു.
ആശാരി കമ്പനി എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും വലതുവശത്തേക്കാണ് നമുക്ക് പോവേണ്ടത്. നേരെ കാണുന്നത് മയ്യിൽ കണ്ണാടിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. കാഞ്ഞിരത്തറ എത്തിയിരിക്കുന്നു. ബസിൻ്റെ സമയക്രമം എങ്ങനെയാണെന്ന് നോക്കാം. യാത്ര ആരംഭിക്കുമ്പോൾ സമയം 1:25. യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ സമയം 2:25. യാത്രയ്ക്ക് വേണ്ടി എടുത്ത സമയം 1 മണിക്കൂർ. യാത്രകൾ അവസാനിക്കുന്നില്ല. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയിലൂടെ വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ. See you next video.